വചനസാരം വചനസാരം. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഓഗസ്റ്റ് 19 മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെ തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ധനികനായ യുവാവ് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം, ഇനിയും എന്താണ് എനിക്ക് കുറവ്? നമ്മിൽ ചിലരെങ്കിലും നമ്മോട് തന്നെയും മറ്റുള്ളവരോടും പറയുന്നത്, എനിക്ക് എന്തിൻ്റെ കുറവാണ്? ദൈവം എനിക്കെല്ലാം വാരിക്കോരി തന്നു. സമ്പത്ത്, അധികാരം, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ. എന്നാൽ ദൈവത്തിന് നാം എന്ത് തിരികെ കൊടുക്കുന്നുണ്ട്? അല്പസമയം ദൈവമേ നന്ദി എന്ന് പറയാൻ, അനുദിന ദിവ്യബലി എൻ്റെ ജീവിതത്തിൻ്റെ ഓജസ്സും തേജസ്സുമാണെന്ന് പറയാൻ, ജപമാല എൻ്റെ കുടുംബത്തിൻ്റെ ശക്തി ആണെന്ന് പറയാൻ. ധനികനായ യുവാവിനോട് യേശു പറഞ്ഞു, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് കരുതിയ സമ്പത്തായിരുന്നു അവന്റെ കുറവ്. നാം ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് കരുതുന്നതാകാം നമ്മുടെ ജീവിതത്തിലെ കുറവ്. അത് അഹങ്കാരമാകാം, അധികാരമാകാം, അറിവ് ആകാം, ആസക്തിയാകാം. എന്തുമാകട്ടെ, അത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് തുറന്ന് സമ്മതിക്കാം, ദൈവമേ, ഞാൻ അങ്ങയുടെ മുൻപിൽ ഒന്നുമല്ലാത്തവനാണ്. ഒന്നുമല്ല എന്ന നിലവിളിയിലാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുക. ഇന്നത്തെ വചനത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിൽ നിന്ന് ആ യുവാവ് സങ്കടത്തോടെ തിരികെ പോയി. അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകാനല്ല, ദൈവത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. നമ്മെ പലപ്പോഴും സങ്കടപ്പെടുത്തുന്നത്, വിഷമിപ്പിക്കുന്നത് നിസ്സാര കാര്യങ്ങളാണ്. എന്നാൽ ദൈവം, വിശ്വാസം, ദിവ്യബലി, ദിവ്യകാരുണ്യം, ജപമാല, ഈ കാര്യങ്ങൾ നമ്മെ ഒരിക്കലും സങ്കടപ്പെടുത്താറില്ല. എന്നാണ് ഈ യഥാർത്ഥ കാരണങ്ങൾ നമ്മെ സങ്കടപ്പെടുത്തി തുടങ്ങുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ദൈവമാകട്ടെ, ഏറ്റവും വലിയ സ്വപ്നം സ്വർഗമാകട്ടെ. ആമേൻ. വചനസാരം വചനസാരം.